ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷാണ്. ഇത് ഹമൂസൊക്കെ പോലെ തന്നെ ക്രീമി ആയിട്ടുള്ള ഒരു ഡിപ്പാണിത്. ഹമൂസ് പോലെ തന്നെ നമ്മൾ കുബൂസിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അറബിക് ഡിഷാണിത്. ഇത് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് ഇതുപോലെ എഗ് പ്ലാന്റ് വെച്ചാണ്. ഇത് വഴുതനങ്ങയുടെയൊക്കെ അതേ വർഗ്ഗത്തിൽപ്പെട്ട ഒരു വെജിറ്റബിളാണിത്. പക്ഷേ ഇതിന് നല്ല വലിപ്പമാണ്. നമ്മുടെ നാട്ടിൽ ഇതുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ കോമൺ ആയിട്ട് കടകളിലൊക്കെ ഉള്ളതാണിത്. ഇത് ഏകദേശം ഒരെണ്ണത്തിന് തന്നെ ഒരു 300-400 ഗ്രാമൊക്കെ കാണും. ഇത് 1 കിലോ എന്ന് പറയുമ്പോൾ ഒരു 3-4 വെജിറ്റബിളേ കാണത്തുള്ളൂ. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഈ എഗ് പ്ലാന്റ് ഒന്ന് തീക്കകത്ത് വെച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അത് ഞാനിവിടെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. വേണമെങ്കിൽ ഇത് ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിപ്പം അതിനെക്കാട്ടി എളുപ്പത്തിൽ നമുക്ക് ഗ്യാസിൻ്റെ അത് വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ കുറേ സമയമെടുക്കും. ഇത് ഇത്രയും വലുപ്പമുള്ള ഒരു വെജിറ്റബിൾ ആയതുകൊണ്ട് കുറേ സമയമെടുക്കും. അതിൻ്റെ എല്ലാ ഭാഗവും ഇങ്ങനെ നന്നായിട്ട് ഗ്രില്ലായിട്ട് വരണം. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ഗ്രില്ലായിട്ട് വരും. ഇപ്പോൾ ഹമ്മൂസ് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു ഡിപ്പാണ്. ഇതിൻ്റെ പേര് മുത്തബൽ എന്നാണ്. ഇതിപ്പോൾ ഈ എഗ് പ്ലാന്റിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഒന്ന് വെന്തിട്ടുണ്ട്. അതിൻ്റെ ആ സ്കിന്നൊക്കെ എല്ലാം കരിഞ്ഞിട്ടുണ്ട്. പക്ഷേ അകമൊന്നും അങ്ങനെ കരിയത്തില്ല. ഇനി ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പം കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളയാം. ഇതിൻ്റെ ഫ്ലഷാണ് നമ്മൾ എടുക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് അത് അങ്ങ് ഇങ്ങനെ ചുരുങ്ങിപ്പോവും. അതിൻ്റെ വെയിറ്റും എല്ലാം കുറയും. ആ തൊലി മുഴുവനായിട്ട് നീക്കിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി മിക്സിയിലോട്ട് ഇട്ടിട്ടാണ് ഇതൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നത്. അല്ലാതെ ഇത് ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഇതിന് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് തഹീനയാണ് ചേർക്കുന്നത്. ഈ തഹീന എന്ന് പറയുന്നത് വെളുത്ത എള്ളിൻ്റെ ഒരു പേസ്റ്റാണ്. വെളുത്ത എള്ളും ഒലിവ് ഓയിലും കൂടെ ചേർത്ത ഒരു പേസ്റ്റാണ്. അത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ആയിക്കോളും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലോട്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഇതിനൊരു സ്മോക്കി ഒരു ഫ്ലേവറാണ്. ഇതിപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും അറബിക് ഡിഷസൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സെർവ് ചെയ്യാൻ നേരത്തേക്ക് ഈ ഒലിവ് ഓയിലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോകളുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.